Hi guys, this is Pushpakumari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar Class. Learn 2 new words and 6 sentences every day. എന്നും 2 പുതിയ വാക്കുകളും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട 6 സെന്റൻസുകളും പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന വേർഡ് ഫീബിൾ. ഫീബിൾ എന്ന് പറഞ്ഞാൽ ദുർബലം. ദുർബലം എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ബലമില്ലായ്മ. അത് പലതരത്തിലാകാം. അത് ഫിസിക്കലി സ്ട്രെങ്ത് ഇല്ലായ്മയാകാം, മെന്റലി സ്ട്രെങ്ത് ഇല്ലായ്മയാകാം. അതുപോലെ തന്നെ അത് മറ്റു പല കാര്യങ്ങളിലും ഫീബിൾ യൂസ് ചെയ്യാറുണ്ട്. ദുർബലമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഫീബിൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെന്റൻസുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. Lacking physical or mental strength, physically weak, especially as a result of age or illness. Lacking in physical strength, frail, weak. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫീബിൾ സാധാരണമായിട്ട് യൂസ് ചെയ്യുന്നത്. He was too feeble to leave his room. അവൻ തന്റെ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത വിധം ദുർബലനായിരുന്നു. അപ്പം ഏത് സന്ദർഭത്തിലാണ് ഫീബിൾ യൂസ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങളും ഫീബിൾ യൂസ് ചെയ്യാറുണ്ട്. He told them he was old and feeble and was not able to walk so far. ഇവിടെ അയാളുടെ ഫിസിക്കലായിട്ടുള്ള ദുർബലതയെ കാണിക്കുകയാണ്. അയാൾ ഏജ് വയസ്സ് ദുർബലനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. She looks too feeble, but there is a strength in her now that was never there before. അവൾ വളരെ ദുർബലയായി കാണപ്പെടുന്നു, പക്ഷേ മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു ശക്തി ഇപ്പോൾ അവളിൽ കാണാൻ സാധിക്കുന്നു. Sometimes the pill makes her feel faint and feeble. ചിലപ്പോൾ ഗുളികകൾ അവളെ ഈ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ഒരു തളർച്ചയൊക്കെ ഉണ്ടാകത്തില്ലേ, ദുർബലതയും തളർച്ചയും. അതുപോലെ അവളിൽ കാണാൻ സാധിച്ചു. എ സ്മോൾ ഫീബിൾ മിഡിൽ ഏജ്ഡ് മാൻ വാസ് ലൈയിങ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു ചെറിയ ദുർബലനായ മധ്യവയസ്കൻ കിടക്കുന്നു. അപ്പൊ അവിടെ ശാരീരികമായിട്ടുള്ള ഒരു ദുർബലതയെ കാണിക്കുകയാണ്. അതിന് നമ്മൾ ഫീബിൾ യൂസ് ചെയ്യും. സെന്റൻസിൽ ഫീബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ലാക്കിംഗ് ഇൻ വോളിയം, ലൗഡ്നെസ്, ബ്രൈറ്റ്നെസ്, അങ്ങനെയൊക്കെ നമ്മൾ ഫീബിൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരാളുടെ ശാരീരികമായ വീക്ക്നെസ്സും, അതായത് ഫിസിക്കലായിട്ടുള്ള വീക്ക്നെസ്സും മെന്റലായിട്ടുള്ള വീക്ക്നെസ്സും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറ്റു തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ സൗണ്ടിന്റെ കുറവ്, അല്ലെങ്കിൽ ഒരു ലൈറ്റിന്റെ ബ്രൈറ്റ്നെസിന്റെ കുറവ്, അതൊക്കെ നമുക്ക് ഫീബിൾ ആയിട്ട് പറയാവുന്നത്. ദ ഫീബിൾ ലൈറ്റ് ഓഫ് എ ടോർച്ച് ഷോഡ് ഹെർ ഫേസ് ഫീബ്ലി. ഒരു ടോർച്ചിന്റെ ദുർബലമായ വെളിച്ചം അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചം അവളുടെ മുഖം മങ്ങി കാണിച്ചു, അല്ലെങ്കിൽ ദുർബലമായി കാണിച്ചു, അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. അതായത് ഇവിടെ ഫീബിൾ എന്ന് പറഞ്ഞത് ഒരാളുടെ സ്ട്രെങ്തിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെയും നമുക്ക് ഫീബിൾ യൂസ് ചെയ്യാവുന്നതാണ്. A little head peeped out of the broken egg, making a feeble sound. ഒരു മുട്ട ഇങ്ങനെ വിരിഞ്ഞ് പുറത്തോട്ട് കുഞ്ഞിന്റെ തല വരുമ്പോൾ അത് ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കി. അതൊരു ഫീബിൾ സൗണ്ട്, വളരെ ലോ വോളിയം, വളരെ ക്ഷീണിച്ച വോളിയവുമാകാം അത്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഫീബിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ the tape recorder made a feeble sound. ഇവിടെ വീക്കായിട്ടുള്ള സൗണ്ട് ആണോ? ടേപ്പ് റെക്കോർഡറിന് ഹെൽത്ത് ഇല്ലാഞ്ഞിട്ട് അങ്ങനെ വീക്കായിട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ തോതിലുള്ള വോളിയം ഉണ്ടായിരുന്നുള്ളൂ ആ ടേപ്പ് റെക്കോർഡറിന്. പിന്നെ അതുപോലെ തന്നെ ഐ ഹേർഡ് എ ഫീബിൾ ക്ലാങ് ഓഫ് ദ ഗേറ്റ് ബട്ട് നോബഡി വാസ് ദെയർ അറ്റ് ദ ഗേറ്റ്. ഞാനൊരു ചെറിയ സൗണ്ട് കേട്ടതായിരുന്നു, ഒരു വളരെ ലോ വോളിയം,
അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗേറ്റിലേക്ക് നന്നായിട്ട് അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിനെ ഫീബിൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല അല്ലെ. ചെറിയ ഒരു വോളിയം കേട്ട് ഞങ്ങൾ പലപ്പോഴും ഗേറ്റിന്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ പുറത്ത് ഗേറ്റ് തുറന്ന് നോക്കും. ആരോ വന്നിട്ട് ഞാൻ ചെറിയൊരു സൗണ്ട് കേട്ടതാ, ഗേറ്റ് തുറക്കുന്ന പോലെ എനിക്കൊരു സൗണ്ട് ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാതിൽ തുറന്ന് നോക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഗേറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ഫീബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സൗണ്ട്, വോളിയം, ലൈറ്റ്, അതുപോലെ തന്നെ ഹെൽത്തിനെ സംബന്ധിച്ച് ഫിസിക്കലി, മെന്റലി, അതിനെല്ലാം അത് ലോ ആണെങ്കിൽ, വീക്ക് ആണെങ്കിൽ നമ്മൾ ഫീബിൾ യൂസ് ചെയ്യും. അല്ലാതെയും കുറച്ച് സന്ദർഭങ്ങളിൽ നമ്മൾ ഫീബിൾ യൂസ് ചെയ്യാറുണ്ട്. ലാക്കിംഗ് ഇൻ ഫോഴ്സ്, സ്ട്രെങ്ത്, എഫക്റ്റീവ്നെസ്, ഫീബിൾ റെസിസ്റ്റൻസ്, ഫീബിൾ ആർഗ്യുമെന്റ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതായത് അതിനൊരു സ്ട്രെങ്ത് ഇല്ല, അതിനൊരു ശക്തിയില്ല, അതിന് വേണ്ട രീതിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അവിടെയും നമ്മൾ ഫീബിൾ യൂസ് ചെയ്യാം. ദിസ് ഈസ് എ ഫീബിൾ ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് ദ സിസ്റ്റം. ഇതൊരു ദുർബലമായിട്ടുള്ള വാദമാണ്, അതൊരു നല്ല ശക്തമായതല്ല, ഒരു വീക്കായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫീബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ബുദ്ധിപരമായിട്ട് വീക്കാകാം, ധാർമ്മികമായിട്ടുള്ള വീക്കാകാം, എ ഫീബിൾ മൈൻഡ്, അങ്ങനെയൊക്കെ നമുക്ക് ഫീബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ദേ ഡിഡ്ന്റ് റിയലൈസ് ഹൗ മച്ച് ഇറ്റ് ഹേർട്ട് അൺടിൽ ഐ ഗേവ് ഔട്ട് എ ഫീബിൾ ക്രൈ. അത്രയും നേരം അവർക്ക് മനസ്സിലായില്ല. ഞാനൊരു ചെറിയ ഒരു ഫീബിൾ ക്രൈ, ഇവിടെ ഒരു ചെറിയ ഒരു വിങ്ങൽ, ഒരു തേങ്ങൽ എന്നിൽ ഉണ്ടായിരുന്നു. അതൊരു ഒച്ചത്തിലുള്ള കരച്ചിലല്ല, ഒരു ഫീബിൾ ക്രൈ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഫീബിൾ യൂസ് ചെയ്തിരിക്കുകയാണ്. ഫെയിലിംഗ് ടു കൺവിൻസ് ഓർ ഇംപ്രസ് ഓർ ഫീബിൾ എക്സ്ക്യൂസ്. ഫീബിൾ എക്സ്ക്യൂസ് ആണെങ്കിൽ നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അത് നല്ല സ്ട്രോങ് എക്സ്ക്യൂസ് ആയിരിക്കണം. സപ്പോസ് ഇപ്പൊ ഞാൻ താമസിച്ചാ പോകുന്നെങ്കിൽ ബോസിന്റെ അടുത്ത് ഞാൻ നല്ലൊരു സ്ട്രോങ് എക്സ്ക്യൂസ് കൊടുക്കണം. അത് വീക്ക് എക്സ്ക്യൂസ് ആണ്, അല്ലെ ഫീബിൾ എക്സ്ക്യൂസ് ആണെങ്കിൽ ആ ബോസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദ ബോസ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഹർ ഫീബിൾ എക്സ്ക്യൂസ് ഫോർ ലേറ്റ് കമ്മിങ്. താമസിച്ചു വന്നതിന് കൊടുത്തിട്ടുള്ള എക്സ്ക്യൂസ് ബോസ് അംഗീകരിച്ചില്ല എന്ന് വെച്ചാൽ ആ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞ ഒരു ഫീബിൾ ആയിരുന്നു, അതൊരു സ്ട്രോങ് എക്സ്ക്യൂസ് ആയിരുന്നില്ല. സം ഓഫ് യുവർ ഐഡിയാസ് മൈറ്റ് സൗണ്ട് ഫീബിൾ. നിങ്ങൾ ചില ആശയങ്ങൾ ദുർബലമായിട്ട് തോന്നാം. അപ്പൊ ആശയങ്ങളെ നമ്മൾ അത് സ്ട്രോങ് അല്ല, അത് ദുർബലമാണെങ്കിൽ നമുക്ക് ഫീബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഐ മേഡ് എ ഫീബിൾ എഫേർട്ട് ടു കംപ്ലീറ്റ് മൈ പ്രോജക്റ്റ്. അവിടെ ഫീബിൾ എഫേർട്ട് നല്ല സ്ട്രോങ് അല്ലായിരുന്നു, അതൊരു വീക്കായിട്ടുള്ള എഫേർട്ടായിരുന്നു, ദുർബലമായിട്ടുള്ള എഫേർട്ടായിരുന്നു. അവിടെ നമ്മൾ ഫീബിൾ എഫേർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടേക്കാണ് ഈ ഫീബിൾ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഫീബിൾ എന്ന് പറയുന്നത് ഒരാളുടെ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള വീക്ക്നെസ്സിനെ മാത്രമല്ല, അയാൾക്ക് ഓൾഡ് ഏജിലോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുമ്പോഴോ ഉണ്ടാകുന്ന വീക്ക്നെസ്സിനെ മാത്രം നമ്മൾ ഫീബിൾ എന്ന് യൂസ് ചെയ്യത്തുള്ളൂ എന്ന് വിചാരിക്കരുത്. നമ്മൾ വേറെ പല കാര്യങ്ങളും നമ്മൾ ഫീബിൾ യൂസ് ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പം നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വേർഡ് ഇവൻച്വലി. ഇവൻച്വലി എന്ന് പറഞ്ഞാൽ ഒടുവിൽ, അൾട്ടിമേറ്റ്ലി, ഇൻ ദ എൻഡ്, എസ്പെഷ്യലി ആഫ്റ്റർ എ ലോങ് ഡിലേ. ഇവൻച്വലി നമ്മൾ സാധാരണ ഇപ്പൊ അവസാനിച്ചു അപ്പൊ ഇവൻച്വലി എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. നമ്മളത് ഒരു ആഫ്റ്റർ എ ലോങ് ഡിലേ, നമ്മൾ കുറെ വർക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ അച്ചീവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവസാനം ഒടുവിൽ എനിക്കത് കിട്ടി. or a series of problem, after a series of problem നമ്മൾ അത് സോൾവ് ആക്കും. അപ്പൊ അത് ഒരു ഇവൻച്വലി എന്നുള്ള, ഇവൻച്വലി ആഫ്റ്റർ മിഡ് നൈറ്റ് ഐ അറൈവ്ഡ് അറ്റ് ദ ഹോട്ടൽ. അത്രയും, അപ്പം ഡേ ഫുള്ള് ഞാൻ സ്ട്രഗിൾ ചെയ്തു അതിനു വേണ്ടിയിട്ട്, എന്നിട്ടാണ് ഞാൻ എത്തിയത്. ഫൈനലി, അൾട്ടിമേറ്റ്ലി, അറ്റ് സം ലേറ്റർ ടൈം, ഇവൻച്വലി വി വിൽ ഓൺ ദ ഹൗസ് ഫ്രീ ആൻഡ് ക്ലിയർ. നമ്മൾ അവസാനം ഞങ്ങൾക്ക് അത് കൈവശം കിട്ടി, നമ്മുടേതായി, സ്വന്തമായി. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഇവൻച്വലി എന്ന് യൂസ് ചെയ്ത് പറയും, അവസാനമായിട്ട്. അവർ ഫ്ലൈറ്റ് ഇവൻച്വലി ലെഫ്റ്റ് 5 hours late.
ഞങ്ങളുടെ വിമാനം ഒടുവിൽ 5 മണിക്കൂർ വൈകി പുറപ്പെട്ടു. അപ്പം 5 മണിക്കൂർ വൈകി വെച്ചാൽ അത്രയും നേരം അവര് വെയിറ്റ് ചെയ്യുക, ഇതൊന്നും പുറപ്പെടുന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞ് പുറപ്പെട്ടു. അവസാനം അങ്ങ് അത് എങ്ങനെയെങ്കിലും പോയി എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. ഇവൻച്വലി ദേ സ്റ്റോപ്പ് ദെയർ ചാറ്റർ ആൻഡ് ഫെൽ സൈലന്റ്. സംഹൗ ബോത്ത് ഓഫ് us eventually slept. എങ്ങനെയോ ഞങ്ങൾ അവസാനം ഉറങ്ങി, ഉറക്കം വരുന്നില്ലായിരുന്നു. ഡിഡ് ദേ എവർ പേ യു? ചില സമയത്ത് നമ്മൾ പറയും, എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ, പൈസ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻച്വലി യെസ്, അവസാനം എനിക്കത് കിട്ടി. ഇത് ഞാൻ കുറെ നാളായി പുറകെ നടക്കുന്നു, എന്നിട്ട് എനിക്കിപ്പം കിട്ടി. അപ്പൊ ഇവൻച്വലി, അവിടെ നമ്മൾ ഇവൻച്വലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നു. ഐ എം ഷുവർ ദാറ്റ് വി വിൽ സക്സീഡ് ഇവൻച്വലി. അവസാനം ഞങ്ങൾ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹെർ കോൺസ്റ്റന്റ് കാമ്പയിനിങ് ഇവൻച്വലി ഗോട്ട് ഹെർ ദ നോമിനേഷൻ. അവളുടെ നിരന്തരമായ പ്രചരണം ഒടുവിൽ നാമനിർദ്ദേശം നേടി. This plant eventually reaches a height of 15 feet. അവസാനം കുറെ നാളായി ഞാൻ അതിനെ പരിചരിക്കുന്നു, അതൊന്നും പൊക്കവും വെക്കുന്നില്ല, നന്നാവുന്നുമില്ല ആ ചെടി. പക്ഷെ അവസാനം ഇപ്പൊ അതിന് ഇത്രയും ഫീറ്റ് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അതിന്റെ പുറകിലൊക്കെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് കിട്ടുന്നത് അറ്റ് ലാസ്റ്റ് മൊമെന്റ്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവൻച്വലി എന്നുള്ള വേർഡ്. sometime later or finally, especially after a prolonged delay. അങ്ങനെയാണ് നമ്മൾ ഇവൻച്വലി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. The queue was long but we reached the front eventually. ക്യൂ നീണ്ടതാണെങ്കിലും അവസാനം ഞങ്ങൾ മുന്നിലെത്തി. അപ്പൊ ആ ക്യൂവിൽ കുറെ നേരം നമ്മൾ നിന്നതിന് ശേഷമാണ് നമുക്ക് അവസാനം ഫ്രണ്ടിലെത്താൻ സാധിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഈ 2 വേർഡും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം ഇത് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ ആഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.